ഫോട്ടോ എടുപ്പ് ഇപ്പൊ നമുക്ക് വലിയ ഒരു തലവേനയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാര്യയുടെ ഒക്കെ കൂട്ടത്തിൽ എവിടെയെങ്കിലും പോയാൽ എന്റെ പണി ഫോട്ടോ എടുപ്പ് എന്നുള്ളതാണ്. നമ്മൾ ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്താൽ തന്നെ ഇവൾ അപ്പൊ തന്നെ ബാലരമയിലൊക്കെ പണ്ടൊരു മത്സരം ഉണ്ടല്ലോ, ഈ ചിത്രത്തിലെ 10 തെറ്റുകൾ കണ്ടുപിടിക്കുക എന്ന്. അതുപോലെയാ എടുത്തു കൊടുത്ത ഉടനെ അതിനകത്ത് മുന്താണി കണ്ടില്ല, ഹാൻഡ് ബാഗ് കണ്ടു, ഹീല് കണ്ടു, മറ്റേത് കണ്ടു, ഏട് വീണ്ടും എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടെടുക്കും. ഇവളും സെൽഫി എടുക്കും. ഒരു 10 സെൽഫി എടുത്തിട്ട് ഒരു 9 എണ്ണം മായ്ച്ചു കളയും. ഈ മായ്ച്ചു കളയുന്ന 9 എണ്ണത്തിനകത്താണ് ഇവളുടെ യഥാർത്ഥ മുഖം. ഇവള് ഏതൊക്കെയോ ആപ്പിൽ കൂടെ കയറ്റി ഇറക്കി ഈ ഫോട്ടോ ഇങ്ങ് പുറത്തേക്ക് വരുമ്പം രശ്മിക മന്ദാനയുടെ ചായ എന്റെ ഭാര്യയ്ക്ക്. ഞാൻ തന്നെ ഒരു ദിവസം ഇങ്ങനെ തട്ടിയിട്ട് അറിയാണ്ടൊരു ലൈക്ക് കൊടുത്തു പോയി. നോക്കുമ്പോൾ സ്വന്തം ഭാര്യ. പിന്നെ ഞാൻ ലൈക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെടുത്തു. വേറെ വഴിയില്ല, അത്രയും ആപ്പ് വഴി ഇത് കയറ്റി ഇറക്കി വിടുക സാധനങ്ങൾ ഇതിനകത്തൊക്കെ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം പിള്ളേർക്കൊക്കെ ഇപ്പൊ സ്കൂൾ വെളുപ്പിന് 5 മണിക്കും 7 മണിക്കും ഒക്കെയാ. ഗുരുവായൂർ മേൽശാന്തി എന്റെ പിള്ളേർ ഒന്നിച്ച് എണീക്കുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവള് പറഞ്ഞു, നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇവന്മാർ 9 മണിക്ക് കിടന്നുറങ്ങുന്ന പിള്ളേരാ, അല്ലെങ്കിൽ 12 മണി വരെ നിങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവന്മാര് നിങ്ങൾ പോയി ഹോളിലെങ്ങാൻ ഇരിക്കുക, ഇവൻ ഉറങ്ങുമ്പം ഞാൻ വിളിക്കാം, വെറുതെ നിങ്ങൾ വിട്ടിരുന്ന ഇവൻ ഉറങ്ങൂല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഹോളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഹോളിൽ പോയി കാത്തിരുന്നു. 10 മണിക്ക് പോയിരുന്ന ഞാനാണ് 12 മണി വരെ ഒരു അറിവുമില്ല. 12 മണിയായപ്പോൾ ഞാൻ അവക്കൊരു മെസ്സേജ് വിട്ടു, അവൻ ഉറങ്ങിയോ, ഞാൻ വരട്ടെ എന്ന്. അപ്പൊ ഒരു മറുപടി വന്നു, അമ്മ ഉറങ്ങി, ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത്ര ഉപദ്രവമുണ്ട് ഈ സാധനം കൊണ്ട്.